ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. സുരാജ് വെഞ്ഞാറമ്മൂട് നായകനായിട്ട് വന്ന എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പം സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആമിർ പള്ളിക്കലാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ആയിരിക്കണം. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ആഷിഫ് കക്കോടിയുടെയാണ്. ഇതിൻ്റെ കഥ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും വിലാസിനി സിനിമാസിൻ്റെ ബാനറിൽ സുരാജ് വെഞ്ഞാറമ്മൂടും ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഷാരോൺ ശ്രീനിവാസ്, എഡിറ്റിംഗ് ബൈ ശ്രീജിത്ത് സാരംഗ്, മ്യൂസിക് അങ്കിത് മേനോനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിൽ സുരാജ് വെഞ്ഞാറമ്മൂടിനെ കൂടാതെ ഗ്രേസ് ആൻ്റണി ഉണ്ട്, ശ്യാം മോഹൻ ഉണ്ട്, നമ്മുടെ സുധീർ കരമനയുണ്ട്, വിനയ് പ്രസാദ്. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവരുടെ ക്യാരക്ടേഴ്സിലൂന്നിയാണ് ഈ ഒരു ഫിലിം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. സിനിമയുടെ ഒരു ഓവറോൾ ജോണർ പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലാക്ക് കോമഡി കൈൻഡ് ഓഫ് മൂവിയാണ്. എനിക്കൊന്ന് ബ്ലാക്ക് കോമഡി ത്രില്ലർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണിത്. കാരണം കുറച്ച് കാലമായിട്ട് മലയാളത്തിൽ കുറച്ച് ബ്ലാക്ക് ഹ്യൂമർ വരുന്ന ടൈപ്പ് പടങ്ങളുണ്ട്. പ്രാവൻകൂട് ഷാപ്പ്, അതുപോലെ ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലറും എല്ലാം കൂടെ ചേർത്ത് വെച്ച് എടുക്കാൻ നോക്കിയൊരു ഫിലിമായിരുന്നു. പക്ഷേ ഒന്നും വർക്കൗട്ട് ആവാതെ പോയൊരു ഫിലിമാണ്. അതുപോലെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന് മുന്നേ വന്ന വിനീത് ശ്രീനിവാസൻ്റെ ഫിലിമയും ഒരു കുറച്ച് ബ്ലാക്ക് ഹ്യൂമറും ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് അത്തരത്തിലുള്ളൊരു ഫിലിം ജോണറിൽ വരുന്നൊരു സിനിമയാണ്. നമ്മുടെ ജയിലറിലായാലും കുറേ ബ്ലാക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നെൽസൻ്റെ സിനിമകളെല്ലാം അത്യാവശ്യം ആ ഒരു ജോണറിൽ വരുന്ന പടങ്ങളാണ്. അതുപോലെ ഇതൊരു ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലർ മോഡിൽ വന്നൊരു ഫിലിം. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം ആണ് ഈ എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ പെർഫോമൻസ് വൈസ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിനൊരു സുരാജ് വെഞ്ഞാറമ്മൂട് ചെയ്ത ബിനു എന്ന ക്യാരക്ടർ ഒരു കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നതും അതിനുശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പണ്ടുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക്, അതേ ബോധത്തിലോട്ടോ തിരിച്ചു വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ഫാമിലി. അപ്പം അതിനൊരു പ്രത്യേക കാരണമുണ്ടാകും. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു പഴയ കാലഘട്ടത്തിലെ പഴയ ഓർമ്മകളൊന്നും വന്ന് തിരിച്ച് അതിലേക്ക് പോകരുത് എന്ന് അവരാഗ്രഹിക്കുന്നത് എന്നുള്ളതിനൊരു കാരണമുണ്ട്. ആ കാരണം പ്രോപ്പറായിട്ട് വളരെ കൺവിൻസിങ് ആയിട്ട് ആ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ റാഫിയും ഒരു പ്രധാന ക്യാരക്ടറായിട്ട് ഇതിൽ വരുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് പെർഫോമൻസ് വൈസ് കിടിലമായിരുന്നു. അത്യാവശ്യം കിടിലമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ എന്താ പറയുക, അത് ആ ഒരു എക്സെൻട്രിക്സിറ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു എക്സെൻട്രിക് ക്യാരക്ടറൊക്കെ വളരെ മനോഹരമായിട്ട് കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ എനിക്ക് അത്യാവശ്യം കുറേ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം കുറേ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡി എന്ന് പറയാൻ കഴിയില്ല ഫിലിമിൽ, അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ വേറൊരു മൂഡിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ജോണറിലുള്ളൊരു ടൈപ്പ് പടമാണ് ഈ ഒരു എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്നത്. ശ്യാം മോഹനെ ആയാലും അതുപോലെ ഗ്രേസ് ആൻ്റണി ആയാലും ഇവർക്കെല്ലാം അത്യാവശ്യം നല്ല കോമഡി ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ ആക്ടേഴ്സാണ്. ഇവരെല്ലാവരും കൂടെ വരുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫിലിമിൽ ഇത് മനോഹരമായിട്ട് പോകുന്ന തിരക്കഥയാണ്. പക്ഷേ എനിക്ക് ഒട്ടും കൺവിൻസിങ് ആവാത്തത് അദ്ദേഹം എങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ച് ഓർമ്മ കിട്ടുന്നു എന്നുള്ളത് കുറച്ച് കൺവിൻസിങ് അല്ലാതെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. ആ ഒരു പോർഷൻ കുറച്ച് കൺവിൻസിങ് ആയിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗമെല്ലാം അത്യാവശ്യം നല്ല കൺവിൻസിങ് ആയിട്ടും വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൊരു ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുമ്പോഴാണ് നമുക്കൊരു ചോദ്യം വരും. നമ്മുടെ മുന്നിലേക്ക് ഒരു ചോദ്യം ഇട്ട് തന്നുകൊണ്ടാണ് ഈ ഫിലിമിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്നത്. കാരണം ഇതിൽ ആരാണ് എക്സ്ട്രാ ഡീസൻറ്റ്, ആരാണ് ഇതിൽ ഡീസൻറ്റ് എന്നുള്ളത് ആ ഒരു ഫിലിമിൻ്റെ അവസാനത്തോടുകൂടി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഒരുപാടുണ്ട്. നിങ്ങൾ ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള കുറച്ച് ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ഡാർക്ക് കോമഡി ടൈപ്പ് പടങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന, ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫിലിമാണ് എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്നത്. സിനിമ OTTയിൽ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പം സിനിമ എന്തായാലും നിങ്ങൾ ആ ഒരു ഒരു പ്രത്യേക മൂഡിലിരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ് എക്സ്ട്രാ ഡീസൻ്റ്. അപ്പം സിനിമ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളിതിൻ്റെ വീഡിയോയുടെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് യു ടു വാച്ച് ദിസ് മൂവി. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.